പാപമോചനവും മാനസാന്തരവും. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. 1 യോഹന്നാൻ 1:9. കാരുണ്യവാനായ യേശുവേ, അങ്ങയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ. പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിലേക്ക് മടങ്ങി വരുവാനുമുള്ള കൃപ എനിക്ക് തരണമേ. ആമീൻ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് പാപമോചനവും മാനസാന്തരവും. നൽകിയിരിക്കുന്ന ബൈബിൾ വചനവും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യത്തെയും മനുഷ്യൻ നടത്തേണ്ട ആത്മപരിശോധനയെയും വ്യക്തമാക്കുന്നു. 1. ദൈവത്തിൻ്റെ വിശ്വസ്തതയും പാപമോചനവും. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. 1 യോഹന്നാൻ 1:9. ദൈവം നീതിമാനും വിശ്വസ്തനുമാണ് എന്ന വലിയ സത്യമാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ അവ മറച്ചുവെക്കാതെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ അവിടുന്ന് അത് ക്ഷമിക്കാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ പാപങ്ങളെക്കാൾ വലുതാണ്. 2. മാനസാന്തരവും ആത്മാർത്ഥമായ ഖേദവും. പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ ഖേദം ആണ് മാനസാന്തരത്തിൻ്റെ ആദ്യ പടി. ഇത് കേവലം ഭയമല്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്ന ചിന്തയിൽ നിന്നുള്ള ആത്മീയമായ ദുഃഖമാണ്. യഥാർത്ഥ മാനസാന്തരം ഹൃദയത്തിൻ്റെ മാറ്റമാണ്. 3. പുതിയൊരു തുടക്കത്തിനായുള്ള കൃപ. പാപമോചനം നേടുക എന്നതിനർത്ഥം പഴയ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങുക എന്നല്ല. അതിനാലാണ് പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരാനുമുള്ള കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കുന്നത്. സ്വന്തം ശക്തിയാൽ പാപത്തെ ജയിക്കാൻ മനുഷ്യന് കഴിയില്ല. അതിന് ദൈവകൃപ അനിവാര്യമാണ്. പാപമോചനം വഴി ദൈവം നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഈ പ്രാർത്ഥന ഒരു പുതിയ ജീവിതത്തിനായുള്ള സമർപ്പണമാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് പൂർണ്ണമായി മടങ്ങി വരാൻ ഇത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അവിടുത്തെ കാരുണ്യം നമ്മെ എപ്പോഴും സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.